മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാം ആകാശത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ആകാശലോകത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന പള്ളിയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സൂറത്ത് തൂറിൽ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് പരാമർശനം നമുക്ക് കാണാൻ കഴിയും. ഓരോ ദിവസവും 70,000 മലക്കുകൾ ത്വവാഫ് ചെയ്യുന്ന ആകാശലോകത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ബൈത്തുൽ മഅമൂർ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ മുകളിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, മുസാഫഹത്ത് ചെയ്തു, കുശലം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് വലിയ സന്തോഷമായി. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണല്ലോ ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട് അവിടുന്ന് സലാം പറഞ്ഞ് ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ പ്രവാചകരെ പോകരുത്, 2 കാര്യങ്ങൾ താങ്കളോട് എനിക്ക് പറയാനുണ്ട്. ഈ 2 കാര്യങ്ങളും താങ്കളുടെ ഉമ്മത്തികളോട് താങ്കൾ പറയണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ സലാം താങ്കളുടെ ഉമ്മത്തികൾക്ക് കൈമാറണം. ഞാൻ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കളുടെ ഉമ്മത്തികളോട് താങ്കൾ പറയണം. രണ്ടാമതായി, താങ്കൾ സ്വർഗത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയണം. സ്വർഗം മനോഹരമാണെന്ന് പറയണം. അവിടുത്തെ മണ്ണ് വളരെ പരിശുദ്ധമാണ്, വളക്കൂറുള്ളതാണ്, കൃഷിയോഗ്യമാണ് എന്ന് പറയണം. അവിടുത്തെ വെള്ളവും പരിശുദ്ധമാണെന്ന് പറയണം. എന്നാൽ ആ സ്വർഗത്തിൻ്റെ ഭൂമി അത് തരിശായി കിടക്കുകയാണ്, അത് സമതലമായി കിടക്കുകയാണ്. താങ്കളുടെ ഉമ്മത്തികളോട് പറയണം, തരിശായി കിടക്കുന്ന വളക്കൂറുള്ള സ്വർഗത്തിൻ്റെ മണ്ണിൽ കൃഷി ചെയ്യാൻ പറയണം. എന്താണ് അവിടുത്തെ കൃഷി? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മരം നടപ്പെടുകയാണ്. ഈ ദിക്റുകൾ അധികരിപ്പിക്കും തോറും സ്വർഗത്തിൽ വൃക്ഷങ്ങളുടെ എണ്ണവും കൂടുന്നതാണ്. ഒരുപാട് ഈ ദിക്ർ അധികരിപ്പിച്ച ആൾക്കാർക്ക് സ്വർഗത്തിൽ വലിയ തോട്ടങ്ങൾ തന്നെ ലഭ്യമാണ്. മനോഹരമായ തോട്ടങ്ങൾ, ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം നമുക്ക് വേണ്ടി നടപ്പെടുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ എണ്ണം കൂട്ടാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കുക. സ്വർഗത്തിലെ തോട്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.